നമ്മൾ ഇപ്പോൾ നെയ്യാർ ഡാമിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഈ ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റെസ്ട്രിക്ഷൻ നോക്കിയിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അങ്ങനെ പോയി ഇതിൻ്റെ മേലെ നിന്നാണ് ടിക്കറ്റ് കൗണ്ടർ ഉള്ളത്. അതെ, അപ്പോൾ നമ്മളിപ്പോൾ നെയ്യാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലേക്ക് വന്നിരിക്കുകയാണ്. ഞാനിപ്പോൾ PSCയിലൊക്കെ പഠിക്കുമ്പോൾ ഇത് കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് നേരിട്ട് ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്നുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഞങ്ങളിപ്പോൾ അടുത്ത് ബോട്ടിങ്ങിന് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പെർ ഹെഡ് 300 ആണ്. അതിൽ നമുക്ക് ഈ സാങ്ച്വറിൻ്റെ ഉള്ളിലേക്കും പോകാം, അതുപോലെ ബോട്ട് ട്രക്കിങ്ങും ഉണ്ട്. അപ്പോൾ താഴത്ത് കാണുന്നുണ്ടോ, അതാണ് ബോട്ടിങ്ങിൻ്റെ പരിപാടി. അപ്പോൾ ഞങ്ങൾ 4 പേരായിട്ടുള്ളൂ. 15 പേരായി കഴിഞ്ഞാലാണ് നമ്മൾ ബോട്ടിങ്ങിന് അലോഡുള്ളൂ. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യണം. അതുവരെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ക്രൊക്കഡൈൽ പാർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ കോഴിയുണ്ട്, അതിൻ്റെ താഴത്ത് ഒരു മലമ്പാമ്പും ഉണ്ട്. നോക്കി, ഈ മലമ്പാമ്പിനെ ഈ കോഴി ഭക്ഷണമാക്കി കൊടുത്തിരിക്കുക. അവിടെ ഒരു മുതലയുണ്ട്, കണ്ട, വെള്ളം വീഴുന്ന മുതലിൻ്റെ ദേഹത്തേക്ക, വലിയ മുതലാണ്, കണ്ടോ. ഈ ഡാമിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ മുതലയാണ്. അപ്പോൾ അതിനെ പിടിച്ച് വിട്ടിട്ടിരിക്കുക. വെള്ളത്തിൽ നല്ല വെയിലല്ലേ, റെസ്റ്റ് ഇരിക്കുക. ഇവിടെയുണ്ട് കേട്ടോ മുതല. അവിടെ ഭാര്യയും ഭർത്താവുമാണ് ആ മുതല. അപ്പോൾ അതിൻ്റെ പേര് തക്കുടവും ഇതിൻ്റെ പേര് ഇക്കുടവും എന്നാണ് പേര്. എന്തോ സംസാരിച്ചിരിക്കും. അവിടെയാണ് നമ്മൾ ബോട്ട് കയറുന്നത്. 13 പേരായി കഴിഞ്ഞാൽ നമുക്ക് ഈ ബോട്ട് പുറപ്പെടും. ആ വൈറ്റ് കളർ കാണുന്നില്ലേ, അതാണ് ബോട്ട്, നമ്മൾ സഞ്ചരിക്കുന്ന ബോട്ട്. പെർ ഹെഡും 300 ആണ് കേട്ടോ. 15 പേര് വന്നാലാണ് ഈ ബോട്ട് എടുക്കുകയുള്ളൂ. നമ്മൾ 4 പേരെ വന്നിട്ടുള്ളൂ. ബാക്കി ആൾക്കാർ വരുമ്പോൾ ബോട്ട് എടുക്കും. നമ്മളെല്ലാവരും ബോട്ടിലേക്ക് കയറാൻ പോകണം കേട്ടോ. നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ്. ബോട്ടിൽ നിന്നുള്ള കാഴ്ചയാണ് കേട്ടോ. ഞങ്ങൾ ബോട്ടിൽ സഞ്ചരിക്കുകയാണ്. അത്യാവശ്യം കുഴപ്പമില്ല, നല്ല വ്യൂ ആണ് ബോട്ടിൽ സഞ്ചരിക്കാൻ. കണ്ടില്ലേ? ഇല്ലല്ലേ, ഡിയർ പാർക്കാ. ഡിയർ പറയുമ്പോൾ മാനുകളുടെ പാർക്ക്. പിന്നെ എലിഫന്റ് പാർക്കിൽ പോകുന്നില്ലേ? പാർക്കിലേക്ക് ചേച്ചി, ഇത് പാർക്ക് ഡിയർ പാർക്കാ. അപ്പോൾ ഡിയർ പാർക്കിലേക്ക് വന്നിരിക്കാൻ
200 മീറ്റർ നടന്നു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ കുറേ അധികം മാനുകളെ കാണാം കേട്ടോ. ഇത് കണ്ട അവർക്ക് ബീഫും ഫിഷും മുതലയ്ക്ക് അവിടെ ചോറ് കൊടുക്കും. നമ്മൾക്കൊക്കെ കഞ്ഞിയും ചമ്മന്തിയും മുതലയ്ക്കും ബീഫും തിലോപ്പി മീനും. കോഴിനെ വിളിക്കുന്ന പോലെ വിളിക്കണം ബാ 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 ബാ. ചേട്ടൻ ബാ 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 എന്ന് വിളിക്കും. നിനക്ക് വേണ്ടേ ഞങ്ങൾക്ക് ആണ്, ഞങ്ങൾ ബീഫ് കഴിക്കും. ഇതിന് 200 മീറ്റർ അപ്പുറത്താണ് മാനിൻ്റെ പാർക്കുള്ളത്. അപ്പോൾ നമ്മളവിടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആനനെ കണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ മാനിനെ കാണാൻ പോയിക്കൊണ്ടിരിക്കുക. ഒരു നിറയെ ഉണ്ടോ കാടിനുള്ളിൽ ഇതുപോലൊരു സാഞ്ചുറി സെറ്റ് ചെയ്തിട്ട് മാനിനെ കൊണ്ട് പാർപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ നടന്നിട്ടേ ഏകദേശം ഇപ്പോൾ പാർക്കിൻ്റെ അവിടെ എത്തി. ഇപ്പോൾ നമ്മൾ മാനുകളെ കാണാൻ പോകണം. അപ്പോൾ ഇത് അതിൻ്റെ ഒരു ഗേറ്റാണ്. ഇപ്പോൾ ഈ മെയിൻ എൻട്രൻസ് ആണ്. അപ്പോൾ ഇവിടെ നിന്ന് തുറന്ന് തന്നായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. സൗണ്ടിലേക്ക് കണിക്കൊന്ന വിഷു ആയി ഏപ്രിൽ മാസം ആകുമ്പോൾ അത്യാവശ്യം കണിക്കൊന്നയും കാര്യങ്ങളൊക്കെ പോത്ത് നല്ല രസമുണ്ട് കാണാൻ. ഇതാണ് ഡിയർ പാർക്കിലേക്ക് വരുമ്പോൾ ഉള്ള കാഴ്ചയാണ്. അപ്പോൾ നല്ല ബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഡിയർ പാർക്ക്. മാനുകളൊക്കെ വെയിലായിപ്പോയി തണലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. അവിടെ ഉണ്ട്, കാണാൻ പറ്റും. കുറച്ചെണ്ണം ഉള്ളൂ കേട്ടോ, നമ്മൾ വിചാരിക്കുന്ന അത്രയൊന്നും ബൾക്കായിട്ടൊന്നുമില്ല. മുകളിലൊക്കെ കളിച്ചുകൊണ്ടിരിക്കുക കാണാൻ കഴിയും. വെയിലായതുകൊണ്ടേ അധികം ആൾ എൻട്രൻസിൻ്റെ അവിടേക്ക് വരുന്നില്ല. ഇവിടെയൊക്കെ ഭക്ഷണം കൊടുക്കുന്ന സ്ഥലമാണ് കേട്ടോ. വരാൻ പറ്റിയ സീസൺ വേണം മഴക്കാലത്താണ് കേട്ടോ. അപ്പോൾ നല്ല പച്ചപ്പായിരിക്കും, അത്യാവശ്യം മൃഗങ്ങളൊക്കെ നല്ല ആക്റ്റീവായിരിക്കും. ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ നല്ല രസമുണ്ടാകും. അതാണ് ഡിയർ പാർക്കിലേക്കും അതുപോലെ എലിഫൻറ്റ് പാർക്കിലേക്കും പോകുന്ന ഒരു കവാടമാണ് കേട്ടോ. ഇവിടെ നിന്ന് നേരെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് നമ്മുടെ കണ്ണനും അതുപോലെ ഒരു അപ്പുറത്തൊരു ആനയുണ്ട്. അവർ രണ്ടുപേരെയും കാണാം. കഴിഞ്ഞു. ഇവിടെ നിന്ന് യാത്ര പറയുകയാണ്. നമ്മൾ തിരിച്ച് വന്ന കയറിയ സ്ഥലത്ത് തന്നെ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഗിയർ ഫസ്റ്റ് ഗിയറിലിട്ട് നല്ല വ്യൂ ആണല്ലേ.